മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് ജസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രോപ്പർട്ടീസും ഓൾറെഡി കണ്ടു. അപ്പോൾ അതിലൊരു പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിരിക്കുന്നു, അതുപോലെ ബി എന്ന് പറയുന്ന വേറൊരു മെട്രിക്സ്, സി എന്ന് പറയുന്ന മെട്രിക്സ്, അങ്ങനെ 3 മെട്രിക്സുകൾ നമുക്ക് തന്നിരിക്കുന്നു. അതിനുശേഷം എ ബി ഇൻറ്റു സിയും എ ഇൻറ്റു ബി സിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ എ ബി ഇൻറ്റു സി എന്ന് പറയുന്നതും എ ഇൻറ്റു ബി സി എന്ന് പറയുന്നതും സെയിം ആണെന്ന് തെളിയിക്കുകയും വേണം. അതായത് നമ്മളിപ്പോൾ തന്നെ കണ്ട അസോസിയേറ്റീവ് ലോ സെയിം ആണെന്ന് തെളിയിക്കുകയും വേണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ലെഫ്റ്റ് എ ബി ഇൻറ്റു സി ഒന്ന് കണ്ടിട്ട് തുടങ്ങാം. അപ്പോൾ അതിൽ എ ബി ആദ്യം കണ്ടുപിടിക്കുക. എ ബി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി, എ എന്ന് പറയുന്ന മെട്രിക്സും ബി എന്ന് പറയുന്ന മെട്രിക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി, ഇൻറ്റു ബി എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഇവിടുത്തെ ഫസ്റ്റ് റോ എടുക്കുക, ഇവിടുത്തെ ഫസ്റ്റ് കോളം എടുക്കുക. അപ്പോൾ 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 0 പ്ലസ് -1 ഇൻറ്റു -1, അതായത് 1 പ്ലസ് 0 പ്ലസ് 1 എന്ന് കിട്ടി. ഇതുപോലെ ഈ ഫസ്റ്റ് റോ എടുക്കുക, ഇവിടുത്തെ സെക്കൻഡ് കോളം എടുക്കുക. അപ്പോൾ ആദ്യം 1 ഇൻറ്റു 3 ആണ്, പ്ലസ് 1 ഇൻറ്റു 2 ആണ്, പ്ലസ് -1 ഇൻറ്റു 4 എന്ന് വെച്ചാൽ -4. ഇങ്ങനെ ഫസ്റ്റ് റോ കൊണ്ട് ആദ്യത്തെ കോളത്തിനെ സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ കിട്ടിയ ആൻസറുകൾ ഫസ്റ്റ് റോയിൽ തന്നെ എഴുതി. ഇനി അടുത്തത് സെക്കൻഡ് റോ കൊണ്ട് ഇതേ പരിപാടി റിപ്പീറ്റ് ചെയ്യാം. ഈ റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിന് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 ഇൻറ്റു 1 2, 0 ഇൻറ്റു 0 0, 3 ഇൻറ്റു -1 -3 എന്ന് കിട്ടി. ഇതുപോലെ സെക്കൻഡ് കോളത്തിന് ഇപ്പോൾ 2 ഇൻറ്റു 3 6 ആണ്, 0 ഇൻറ്റു 2 0 ആണ്, 3 ഇൻറ്റു 4 12 ആണ്. അപ്പോൾ സെക്കൻഡ് റോ കൊണ്ടും ഈ 2 കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി തേർഡ് റോ എടുക്കുക. അപ്പോൾ ഇവിടെ 3 -1 2, ഇതുകൊണ്ട് ഫസ്റ്റ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു 1 3 ആണ്, പ്ലസ് 0 2 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ -2. ഇതുപോലെ സെക്കൻഡ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 9 -2 പ്ലസ് 8. ഇനി ഓരോന്നിൻ്റെ ആൻസേഴ്സ് നോക്കാം. ഇവിടെ 1 + 1 എന്ന് പറഞ്ഞാൽ 2 ആണ്, ഇവിടെ 5 - 4 1 ആണ്, ഇത് 2 - 3 -1, ഇവിടെ 6 + 12 എന്ന് പറഞ്ഞാൽ 18 ആയി, 3 - 2 1 ആണ്, ഇവിടെ 9 + 8 17, -2 എന്ന് പറഞ്ഞാൽ 15. അപ്പോൾ ഇത്തരത്തിൽ എ ബിയുടെ ആൻസർ കിട്ടി. ഇതാണ് എ ബി എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി അടുത്തത് എ ബി ഇൻറ്റു സി ചെയ്ത് നോക്കുക. അപ്പോൾ എ ബി എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി, ഇൻറ്റു സി എന്ന് പറയുന്ന മെട്രിക്സും എഴുതി. ഇനി ഇതിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 2, നമുക്ക് 2 + 2 4 എന്ന് കിട്ടി. ഇതുപോലെ ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 0, അതായത് 4 + 0 4 എന്ന് കിട്ടി. ഇതുപോലെ ഫസ്റ്റ് റോ കൊണ്ട് തേർഡ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 3 6, 1 ഇൻറ്റു -2 -2, നമുക്ക് 6 - 2 അഥവാ 4 എന്ന് കിട്ടി. ഇനി ഇതുപോലെ ഫോർത്ത് കോളത്തിനും ചെയ്യും. 2 ഇൻറ്റു -4 -8, 1 ഇൻറ്റു 1 +1, -8 + 1 എന്ന് പറഞ്ഞാൽ -7 എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് റോ കൊണ്ട് ഓരോ കോളത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തു. അതിൻ്റെ ആൻസറുകളൊക്കെ നമ്മളിവിടെ ഫസ്റ്റ് റോയിൽ എഴുതി വെച്ചു. ഇനി ഇതേ പരിപാടി സെക്കൻഡ് റോ കൊണ്ട് റിപ്പീറ്റ് ചെയ്യാം. -1 ഇൻറ്റു 1 പ്ലസ് 18 ഇൻറ്റു 2, നമുക്ക് 35 എന്ന് കിട്ടി. ഇതുപോലെ സെക്കൻഡ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -1 ഇൻറ്റു 2 പ്ലസ് 18 ഇൻറ്റു 0, -2 + 0 -2 എന്ന് കിട്ടി. ഇതുപോലെ -1 ഇൻറ്റു 3 പ്ലസ് 18 ഇൻറ്റു -2, -3 -36 അഥവാ -39 എന്ന് കിട്ടി. ഇതുപോലെ -1 ഇൻറ്റു -4 വെറും 4, പ്ലസ് 18 ഇൻറ്റു 1 18, 4 + 18 22 എന്ന് കിട്ടി. അപ്പോൾ സെക്കൻഡ് റോയും കംപ്ലീറ്റ് ആയി. ഇതുപോലെ തേർഡ് റോ 1 ഇൻറ്റു 1 1 പ്ലസ് 15 ഇൻറ്റു 2 30, 1 + 30 31. ഇതുപോലെ 1 ഇൻറ്റു 2 പ്ലസ് 15 ഇൻറ്റു 0 0, 2 + 0 2 എന്ന് കിട്ടി. 1 ഇൻറ്റു 3 3 ആണ്, പ്ലസ് 15 ഇൻറ്റു -2 എന്ന് പറഞ്ഞാൽ -30, 3 - 30 -27 എന്ന് കിട്ടി. അതുപോലെ 1 ഇൻറ്റു -4 -4 പ്ലസ് 15 എന്ന് വെച്ച് കഴിഞ്ഞാൽ 11 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് എ ബി ഇൻറ്റു സിയുടെ ആൻസർ. ഇതാണ് എ ബി ഇൻറ്റു സിയുടെ. നമ്മളിപ്പോൾ ഓൾറെഡി എ ബി ഇൻറ്റു സിയുടെ ആൻസർ കണ്ടു. ഇനി നമ്മൾ പോണത് എ ഇൻറ്റു ബി സിയുടെ ആൻസറിലേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ബി സിയുടെ ആൻസർ കണ്ടുപിടിക്കുക. നമ്മൾ എപ്പോഴും ഒരു ഇത് ചെയ്യുമ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ബി സിയുടെ ആൻസർ ആദ്യം കണ്ടുപിടിക്കും.
ബി സി എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു സി. അപ്പോൾ ആദ്യം നമ്മൾ ബി എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി ഇൻറ്റു സി എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് റോ എടുക്കുക, ഇവിടുത്തെ ഫസ്റ്റ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 2 എന്ന് വെച്ചാൽ 1 പ്ലസ് 6 അഥവാ 7. ഇതുപോലെ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 0 എന്ന് വെച്ചാൽ 2 പ്ലസ് 0 2 കിട്ടി. ഇതുപോലെ ഫസ്റ്റ് റോയും തേർഡ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 1 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു -2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മൈനസ് 4 എന്ന് കിട്ടി, അഥവാ 3 മൈനസ് 6 എന്ന് കിട്ടി, അഥവാ -3. ഇനി ഇതുപോലെ ഫസ്റ്റ് റോയും ഫോർത്ത് കോളമായിട്ട് ചെയ്യാം. അപ്പോൾ 1 ഇൻറ്റു -4 പ്ലസ് 3 ഇൻറ്റു 1 അതായത് -4 പ്ലസ് 3 എന്ന് വെച്ചാൽ -1 എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് റോ കൊണ്ട് 4 കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. അതിൻ്റെ ആൻസർ നമ്മൾ ഫസ്റ്റ് റോയിൽ തന്നെ എഴുതി വെച്ചു. ഇനി സെക്കൻഡ് റോ എടുക്കുക. ഇതേപോലെ 0 ഇൻറ്റു 1 0 പ്ലസ് 2 ഇൻറ്റു 2 0 പ്ലസ് 4 4. ഇതുപോലെ 0 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 0 0 പ്ലസ് 0 ഉത്തരം 0 തന്നെ. ഇനി 0 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു -2 0 മൈനസ് 4 -4 എന്ന് കിട്ടി. ഇനി 0 ഇൻറ്റു -4 പ്ലസ് 2 ഇൻറ്റു 1 എന്ന് വെച്ചാൽ 0 പ്ലസ് 2 അഥവാ 2 എന്ന് കിട്ടി. അപ്പോൾ സെക്കൻഡ് റോ കൊണ്ട് 4 കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. അതിൻ്റെ ആൻസർ നമ്മൾ സെക്കൻഡ് റോയിൽ തന്നെ എഴുതി. ഇനി തേർഡ് റോ എടുക്കുക. -1 ഇൻറ്റു 1 -1 പ്ലസ് 8 അപ്പോൾ അത് 7 എന്ന് കിട്ടി. ഇതുപോലെ -1 ഇൻറ്റു 2 പ്ലസ് 4 ഇൻറ്റു 0 അതായത് -2 എന്ന് കിട്ടി. ഇനി -1 ഇൻറ്റു 3 പ്ലസ് 4 ഇൻറ്റു -2 അപ്പോൾ -3 -8 -11 എന്ന് കിട്ടി. ഇനി -1 ഇൻറ്റു -4 പ്ലസ് 4 ആണ്, പ്ലസ് 4 ഇൻറ്റു 1 അതായത് 4 പ്ലസ് 4 8 എന്ന് കിട്ടി. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ആദ്യം തന്നെ ബി സിയുടെ ആൻസർ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എ ഇൻറ്റു ബി സി കാണാം. അപ്പോൾ ആദ്യം തന്നെ എ എടുത്ത് എഴുതി ഇൻറ്റു ബി സി. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ ഫസ്റ്റ് റോ എടുക്കുക, ഇവിടുത്തെ ഫസ്റ്റ് കോളം സെലക്ട് ചെയ്യുക. 1 ഇൻറ്റു 7 പ്ലസ് 1 ഇൻറ്റു 4 പ്ലസ് -1 ഇൻറ്റു 7 എന്ന് വെച്ചാൽ 7 പ്ലസ് 4 -7 7 -7 കട്ട് ചെയ്ത് പോയി, ഉത്തരം 4. ഇതുപോലെ ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 ഇൻറ്റു 2 2 പ്ലസ് 1 ഇൻറ്റു 0 പ്ലസ് -1 ഇൻറ്റു -2 അപ്പോൾ 2 പ്ലസ് 0 പ്ലസ് 2 4 എന്ന് കിട്ടി. ഇതുപോലെ ഫസ്റ്റ് റോ കൊണ്ട് തേർഡ് കോളത്തിന് ചെയ്യാം. അപ്പോൾ -3 -4 പ്ലസ് 11 എന്ന് കിട്ടി. അതിൻ്റെ ആൻസറും 4 തന്നെ. ഇതുപോലെ ഫോർത്ത് കോളത്തിനെയും സെയിം പരിപാടി റിപ്പീറ്റ് ചെയ്യാം. -1 പ്ലസ് 2 -8 അപ്പോൾ അവിടുത്തെ ആൻസർ -7 എന്ന് കിട്ടി. ഇത്തരത്തിൽ ഫസ്റ്റ് റോ കൊണ്ട് ഈ 4 കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. ആ കിട്ടിയ ഉത്തരങ്ങൾ ഫസ്റ്റ് റോയിൽ തന്നെ എഴുതി. ഇനി നമുക്ക് അടുത്തത് സെക്കൻഡ് റോ കൊണ്ട് ഇതേ പരിപാടി റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ 2 ഇൻറ്റു 7 പ്ലസ് 0 ഇൻറ്റു 4 പ്ലസ് 3 ഇൻറ്റു 7 അതായത് 14 പ്ലസ് 21 35 എന്ന് കിട്ടി. ഇനി സെക്കൻഡ് കോളത്തിന് അപ്പോൾ 4 പ്ലസ് 0 -6 എന്ന് വെച്ചാൽ -2 എന്ന് കിട്ടി. ഇതുപോലെ 2 ഇൻറ്റു -3 പ്ലസ് 0 ഇൻറ്റു -4 പ്ലസ് 3 ഇൻറ്റു -11 എന്ന് വെച്ചാൽ -6 -33 -39 എന്ന് കിട്ടി. ഇതുപോലെ സെക്കൻഡ് റോ കൊണ്ട് ഫോർത്ത് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യും. 2 ഇൻറ്റു -1 -2 പ്ലസ് 0 പ്ലസ് 24 എന്ന് വെച്ചാൽ -2 പ്ലസ് 24 22 എന്ന് കിട്ടി. ഇതേപോലെ തേർഡ് റോ എടുത്തു. തേർഡ് റോയിനെ ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 3 ഇൻറ്റു 7 21 -4 പ്ലസ് 14. അപ്പോൾ സെക്കൻഡ് റോ കൊണ്ട് നമ്മൾ ഈ 4 കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമുക്ക് അടുത്തത് തേർഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3 ഇൻറ്റു 7 21 -1 ഇൻറ്റു 4 -4 2 ഇൻറ്റു 7 14 21 -4 പ്ലസ് 14 എന്ന് വെച്ചാൽ 31 എന്ന് കിട്ടി. ഇനി ഇതുപോലെ തേർഡ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3 ഇൻറ്റു 2 6 പ്ലസ് -1 ഇൻറ്റു 0 0 പ്ലസ് 2 ഇൻറ്റു -2 -4 അതായത് 6 -4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കിട്ടി. ഇതുപോലെ അടുത്തതിൽ ഈ തേർഡ് റോ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 3 ഇൻറ്റു -3 -9 -1 ഇൻറ്റു -4 പ്ലസ് 4 അതുപോലെ 2 ഇൻറ്റു -11 -22 അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറായിട്ട് -27 എന്ന് കിട്ടി. ഇതുപോലെ തേർഡ് റോ കൊണ്ട് ഫോർത്ത് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. 3 ഇൻറ്റു -1 -3
-2 + 16 എന്ന് വെച്ചാൽ -5 + 16 അഥവാ 11 എന്ന് കിട്ടി. നമുക്ക് ഇതാണ് A × BCയുടെ ആൻസറായിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത്. നേരത്തെ AB × Cയുടെ ആൻസറും സെയിം മെട്രിക്സ് തന്നെയാണ് കിട്ടിയത്. സോ നമുക്ക് പറയാം therefore AB × C is equal to A × BC. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്തുകൊണ്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യാനും പറ്റി, ഒപ്പം മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ് എന്നുള്ളതിന് വെരിഫൈ ചെയ്യാനും പറ്റി. അതാണ് ഈ പ്രോബ്ലത്തിൻ്റെ ഒരു പ്രസക്തി. ഇപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് നോക്കാം. നമുക്ക് A എന്ന് പറയുന്ന ഒരു 3/3 മെട്രിക്സ് തന്നിരിക്കുന്നു. 3 റോസും 3 കോളംസും ഉള്ള ഒരു 3/3 മെട്രിക്സ് തന്നിരിക്കുന്നു. ദെൻ ഈ A എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന മെട്രിക്സ് ഈ ഇക്വേഷൻ അനുസരിക്കുമെന്ന് പ്രൂവ് ചെയ്യണം. അതായത് A³ - 23A - 40I = 0. ഈ ഒരു ഇക്വേഷൻ A എന്ന് പറയുന്ന മെട്രിക്സ് അനുസരിക്കും എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യാനായിട്ടുള്ള മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് ഇവിടെയുള്ള ഓരോ ടേമുകളും കണ്ടുപിടിക്കാം. സെപ്പറേറ്റ് ആയിട്ട് ഓരോ ടേമുകളും കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം A³ വേണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോയിട്ട് A³ കണ്ടുപിടിക്കുക. ദെൻ 23A വേണം കണ്ടുപിടിക്കുക, 40I കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് മൂന്നും ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിച്ച് വയ്ക്കുക. എന്നിട്ട് ഈ ഇക്വേഷനിൽ നേരെ അത് കൊണ്ടുപോയി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് 0 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഈ 0 എന്ന് എഴുതിയിരിക്കുന്നത് തെറ്റിദ്ധരിക്കരുത്, ഇത് 0 മെട്രിക്സ് ആണ് കേട്ടോ. വെറുതെ 0 എന്നല്ല, 0 മെട്രിക്സ് ആണ്. എന്ന് വെച്ചാൽ എല്ലാ എൻട്രീസും 0 ആയിട്ടുള്ള മെട്രിക്സ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ A 3/3 ആണെങ്കിൽ ഈ 0 മെട്രിക്സും 3/3 ഓർഡർ ഉള്ളത് തന്നെ. ഇവിടെ ഈ I എന്ന് എഴുതിയേക്കുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ചെയ്തു തുടങ്ങാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇദ്ദേഹത്തിനെ കണ്ടുപിടിക്കാം, A³ കണ്ടുപിടിക്കാം. അപ്പോൾ A³ കാണണമെങ്കിൽ ആദ്യം തന്നെ A² കണ്ടുപിടിക്കണം. A². ഇപ്പോൾ സാധാരണ സംഖ്യ നമ്പർ സിസ്റ്റത്തിൽ തന്നെ ഒരു സംഖ്യയുടെ സ്ക്വയർ, ഇപ്പോൾ 5² എന്ന് പറഞ്ഞാൽ 5 × 5 ആണ് 25. അതുപോലെ മെട്രിക്സിലും A² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A × A എന്ന് പറയുന്ന മെട്രിക്സിനെ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് A² കിട്ടും. അപ്പോൾ ആദ്യം തന്നെ A² ഒന്ന് എടുത്ത് നോക്കാം. 1 2 3 A അങ്ങനെ തന്നെ എഴുതി. 3 - 2 1 4 2 1 ഇൻറ്റു ഇതേ മെട്രിക്സ് 1 2 3 3 - 2 1 4 2 1. നമുക്ക് ആദ്യം A × A ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 × 1 1 ആണ്, പ്ലസ് 2 × 3 6 ആണ്, പ്ലസ് 3 × 4 12 ആണ്. അതിൻ്റെ പരിപാടി കഴിഞ്ഞു. അടുത്തത് ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 2 2 2 × -2 -4 3 × 2 6. അപ്പോൾ ഈ എലമെൻ്റ് കൊണ്ട് സെക്കൻഡ് കോളത്തിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇതുപോലെ 1 2 3 കൊണ്ട് 3 1 1നെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 1 × 3 3 പ്ലസ് 2 × 1 2 പ്ലസ് 3. ഇതുപോലെ സെക്കൻഡ് റോ കൊണ്ട് ഇതേ പരിപാടി റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ 3 × 1 3 -6 പ്ലസ് 4. ഇതുപോലെ ഇവിടെ 6 പ്ലസ് 4 പ്ലസ് 2. ഇതുപോലെ 9 -2 പ്ലസ് 1. ദെൻ തേർഡ് റോ എടുക്കുക, മൾട്ടിപ്ലൈ 4 × 1 4 പ്ലസ് 6 പ്ലസ് 4. അതുപോലെ 4 × 2 8 ഇനി 2 × -2 -4 1 × 2 2. ഇനി 4 × 3 12 2 × 1 2 1 × 1 1. ഇത്തരത്തിൽ നമ്മൾ A² കണ്ടുപിടിച്ച് വെച്ചു. ഇനി ഇതിൻ്റെ ആൻസർ എഴുതിയിട്ട് A² എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് ഭംഗിയായിട്ട് എഴുതാം. അപ്പോൾ A² എന്ന് പറയുന്ന മെട്രിക്സ് ഫസ്റ്റ് എലമെൻറ്റ് 19. ഇവിടെ 2 6 8 ആണ്, 8 - 4 4. ഇവിടെയാണെങ്കിൽ 5 3 8. ഇവിടെ 1. ഇവിടെയാണെങ്കിൽ 12. ഇവിടെ 8. ഇതുപോലെ അടുത്തത് 14. ഇവിടെ 6 ആണ്, ഇതിൽ 15. ഇതാണ് നമുക്ക് A³ എന്ന് പറഞ്ഞ് കിട്ടുന്ന
അല്ല എ സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടുന്ന മെട്രിക്സ്. നമ്മൾ ആദ്യം തന്നെ എ സ്ക്വയർ കണ്ടുപിടിച്ച് വെച്ചു. അപ്പോൾ 19, 4, 8, 1, 12, 8, 14, 6, 15 ഇതാണ് നമുക്ക് കിട്ടിയ എ സ്ക്വയർ എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി അടുത്തത് നമുക്ക് നേരെ എ ക്യൂബിലേക്ക് പോവാം. അപ്പോൾ എ ക്യൂബ് കാണാനായിട്ട് എ ക്യൂബ് ഈക്വൽ ടു എ ഇൻറ്റു എ സ്ക്വയർ എന്ന് ചെയ്താൽ മതി. നമ്മളായാലും എക്സ് ക്യൂബ് കാണാൻ പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് എന്ന് വെച്ചാൽ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ. അതുപോലെ 5 ക്യൂബ് കാണാൻ പറഞ്ഞാൽ 5 ഇൻറ്റു 5 ഇൻറ്റു 5, അതിന് നമുക്ക് വേണമെങ്കിൽ 5 ഇൻറ്റു 5 സ്ക്വയർ എന്ന് എഴുതാം. അതുപോലെ എ ക്യൂബ് കാണാൻ എ ഇൻറ്റു എ സ്ക്വയർ. നമ്മൾ ആദ്യം തന്നെ എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുക. 1, 2, 3, 3 - 2 1, 4, 2, 1 അങ്ങനെ എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി. ഇൻറ്റു എ സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന മെട്രിക്സ്, അതായത് 19, 4, 8, 1, 12, 8, 14, 6, 15 അങ്ങനെ എ സ്ക്വയർ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി. ഇനി നമുക്ക് എയും എ സ്ക്വയർ കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്ത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഓൾറെഡി അതിൻ്റെ വഴിയൊക്കെ കാണിച്ച് തന്നാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എപ്പോഴും ഒരുപാട് സമയം എടുക്കണമെന്ന് നല്ലതല്ല. അപ്പോൾ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഫസ്റ്റ് റോ കൊണ്ട് ഇതിൻ്റെ ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഒറ്റയടിക്ക് ഉത്തരം എഴുതാൻ പറ്റുമോ നോക്കാം. 1 ഇൻറ്റു 19 19 ആണ്, +2 + 3 ഇൻറ്റു 14 42. അപ്പോൾ 19 + 2 + 42. അതുപോലെ അടുത്തത് ചെയ്യുമ്പോൾ 1 ഇൻറ്റു 4 4 + 24 + 18. ഇതുപോലെ 8 + 2 ഇൻറ്റു 8 16 ആണ്, 3 ഇൻറ്റു 15 45 ആണ്. ഫസ്റ്റ് റോ കഴിഞ്ഞു. അപ്പോൾ ഈ ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിനെയും സെക്കൻഡ് കോളത്തിനെയും തേർഡ് കോളത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തു ഫസ്റ്റ് റോയിൽ എഴുതി. ഇനി നമ്മൾ ഇതേ പരിപാടി സെക്കൻഡ് റോയ്ക്ക് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ 3 ഇൻറ്റു 19 57 ആണ്, -2 + 14. ഇനി ഇതുകൊണ്ട് സെക്കൻഡ് കോളം. അപ്പോൾ 3 ഇൻറ്റു 4 12, -24 + 6. ഇനി ഇതുകൊണ്ട് ഇയാളെ. അപ്പോൾ 3 ഇൻറ്റു 8 24, അതുപോലെ -2 ഇൻറ്റു 8 -16, 1 ഇൻറ്റു 15 + 15. സെക്കൻഡ് റോയുടെയും കലാപരിപാടി കഴിഞ്ഞു. ഇനി അടുത്തത് തേർഡ് റോ. അപ്പോൾ 4 ഇൻറ്റു 19 4 ഇൻറ്റു 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 76. 2 ഇൻറ്റു 1 2 ആണ്, 1 ഇൻറ്റു 14 14. ഇനി ഇവിടെ 4 ഇൻറ്റു 4 16 16 ആണ്, 2 ഇൻറ്റു 12 24, 1 ഇൻറ്റു 6 6. അപ്പോൾ 16 + 24 + 6. ഇതുപോലെ ഇയാളെ കൊണ്ട് അപ്പോൾ 4 ഇൻറ്റു 8 32 + 2 ഇൻറ്റു 8 16, 32 + 16 + 1 ഇൻറ്റു 15 15. നമുക്ക് എ ക്യൂബ് എന്ന് പറയുന്ന മെട്രിക്സ് ആയി. ഇനി നമുക്കിതിൻ്റെ വാല്യൂസ് നോക്കിയിട്ട് ആ മെട്രിക്സ് ആയിട്ട് ചുരുക്കി എഴുതാം. ഇവിടെ 19 2 21 42 63. ഇവിടെയാണെങ്കിൽ 4 24 28 18 46 ആയി. ഇവിടെ 8 16 24 45 ആകുമ്പോൾ 69 ആയി. ഇവിടെയാണെങ്കിൽ എഗെയിൻ 69, ഇവിടെ -6, ഇവിടെ 23, ഇവിടെ 92 ആണ്. ഇവിടെയാണെങ്കിൽ 46 63. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എ ക്യൂബ് കിട്ടി. ഇപ്പം നമുക്ക് എ ക്യൂബ് വരെ കിട്ടി. എ ക്യൂബ് 63 46 69 69 -6 23 92 46 63. ഇത്തരത്തിൽ എ ക്യൂബ് എന്ന് പറയുന്ന 3/3 മെട്രിക്സ് നമുക്ക് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക്. അപ്പോൾ ഇവിടെ എ ക്യൂബ് ഓൾറെഡി ഓക്കെ ആയി. ഇനി അടുത്തത് നമുക്ക് 23a-യും 40i-യും കൂടി കണ്ടുപിടിക്കാം. ഓക്കെ, 23a കണ്ടുപിടിക്കാൻ പോവാം. 23a സിമ്പിളാണ്. 23a എന്ന് പറഞ്ഞാൽ 23 ഇൻറ്റു എ എന്നർത്ഥം. ഇവിടെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന 3/3 മെട്രിക്സ് 1 2 3 3 -2 1 4 2 1.
നേരെ 23 എന്ന് പറയുന്ന ഒരു സ്കെയിലാറാണ്, അതുകൊണ്ട് ഈ എ എന്ന് പറയുന്ന മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അറിയാലോ, കറസ്പോണ്ടിങ് എലമെൻസിന് ഓരോ എലമെൻറ്റിനായിട്ട് 23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വയ്ക്കുക. അപ്പോൾ 23 × 1 23, 23 × 2 പറയുമ്പോൾ 46, 69. ഇവിടെ 69, 23 × -2 -46, 23 × 1 എന്ന് പറയുമ്പോൾ 23, ഇവിടെ 92, 46, 23. ഇങ്ങനെ 23A കണ്ടുപിടിച്ച് വെച്ചു. ഓക്കെ, ഇനി അതുപോലെ 40i കണ്ടുപിടിക്കാം. ഇപ്പോൾ 23A ഓക്കെ ആയി, ഇനി 40i കണ്ടുപിടിക്കാം. അപ്പോൾ 40i ഈക്വൽ ടു 40 × ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഇവിടെ നമ്മുടെ എ എന്ന് പറഞ്ഞാൽ 3/3 ഓർഡർ ഉള്ളതല്ലേ, അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സും 3/3 ഓർഡർ ഉള്ളതായിരിക്കും. സോ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇങ്ങനെ 1 0 0 0 1 0 0 0 1. ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ പ്രത്യേകതയൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് ഡയഗണൽ എൻട്രീസ് മാത്രം 1 ആയിരിക്കും, ബാക്കിയൊക്കെ 0 ആയിട്ടുള്ള മെട്രിക്സ്. അപ്പോൾ നമുക്കിത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 40 കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 40 0 0 0 40 0 പോലെ 0 0 40. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ള ഓരോ ആൾക്കാരും നമ്മുടെ റെഡിയായി. A³ നമുക്കിതേ ഇവിടെ കിട്ടിയിട്ടുണ്ട്, അതുപോലെ 23A ഇതേ കിട്ടിയിട്ടുണ്ട്, 40i ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 ആൾക്കാരും നമ്മുടെ സുസജ്ജം. നമ്മുടെ ആൻസർ കണ്ടുപിടിക്കാനായിട്ടുള്ള സകല ടൂള് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് A³ കണ്ടുപിടിച്ചു, ഇതാണ് നമ്മുടെ A³. മൈനസ് കിട്ടു 23A, ഇതേ കിടക്കണം 23A, മൈനസ് ചെയ്തി 40i. നമ്മൾ 3 ആൾക്കാരെയും ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവരെയൊക്കെ കൂടി ഈ ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് കറസ്പോണ്ടിങ് എലമെൻസിനെ നേരെ എടുക്കുക. അപ്പോൾ ഇതിനെ ഫസ്റ്റ് എലമെൻ്റ് എടുത്തു 63, മൈനസ് ഇവിടുത്തെ ഫസ്റ്റ് എലമെൻ്റ് എടുത്തു 23, മൈനസ് ഇവിടുത്തെ ഫസ്റ്റ് എലമെൻ്റ് എടുത്തു. ഇനി അതുപോലെ രണ്ടാമത്തെ എലമെൻറ്റുകൾ തമ്മിൽ ഇപ്പോൾ ഇവിടുത്തെ 46 എടുത്തു, മൈനസ് ഇവിടെ ഇതിലും ആ കറസ്പോണ്ടിങ് എലമെൻ്റ് എടുത്തു, ഇവിടെയും ആ കറസ്പോണ്ടിങ് എലമെൻ്റ് എടുത്തു. ഇതുപോലെ തേർഡ് 69 ഉണ്ട്, മൈനസ് 69 മൈനസ് 0. അപ്പോൾ 69 മൈനസ് 69 മൈനസ് 0. ഇതേപോലെ തന്നെ സെക്കൻഡ് റോയിലും സെയിം കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ ഇവർ ഈ പറഞ്ഞേക്കണ ഓപ്പറേഷൻസ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് റോ വരിക 69 മൈനസ് 69 മൈനസ് 0. ഇതുപോലെ -6, ഇവിടെ ഈ മൈനസും കൂടെ ചേരണം, മൈനസും ചേരുമ്പോൾ പോസിറ്റീവ് 46 മൈനസ് 0. അതുപോലെ 23 മൈനസ് 23 മൈനസ് 0. തേർഡ് 92 മൈനസ് 92 മൈനസ് 0. 46 മൈനസ് 46 മൈനസ് 0. 63 മൈനസ് 23 മൈനസ് 40. ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്. ഇനി നമുക്കിത് ഓരോന്നുമായിട്ട് നോക്കാം. 63 മൈനസ് 23 മൈനസ് 40, 63 നിന്ന് 23 കുറച്ചാൽ 40ആയി, ആ 40 നിന്ന് 40 കുറച്ചാൽ 0. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ എൻട്രി 0 ആണെന്ന് മനസ്സിലായി. ഇതുപോലെ 46 നിന്ന് 46 കുറച്ചാൽ 0, ഇവിടെ 69 നിന്ന് 69 കുറച്ചാൽ 0, ഇവിടെയും 0, ഇവിടെ -6 മൈനസ് 46 മൈനസ് 40, ഞാൻ എഴുതിയപ്പോൾ 0 എന്നാണ് എഴുതിയത് കേട്ടോ, മൈനസ് 40. ഇവിടെ -6 മൈനസ് 46 മൈനസ് 40, -6 മൈനസ് 46 എന്ന് പറയുമ്പോൾ 2 മൈനസ് വരുമ്പോൾ അത് പോസിറ്റീവായി, -6 പ്ലസ് 46 എഴുതി -40. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് വെറും 40 എന്ന് കിട്ടി. 40 മൈനസ് 40 അവിടെയും 0. ഇതുപോലെ 23 മൈനസ് 23 എന്ന് പറഞ്ഞാൽ 0, ഇതും 0, ഇവിടെ 0, ഇവിടെയും 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു A³ മൈനസ് 23A മൈനസ് 40 ആൻസർ കണ്ടപ്പോൾ എല്ലാ എൻട്രീസും 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സീറോ മെട്രിക്സ്. ഇത് നമ്മുടെ സീറോ മെട്രിക്സ്, എല്ലാ എൻട്രീസും 0. അപ്പോൾ ഇത്തരത്തിൽ
എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ട് അതിങ്ങനെ ഒരു ഇക്വേഷൻ അനുസരിക്കുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു. നമ്മളിപ്പോൾ പഠിച്ച മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുള്ളൊരു പ്രാക്ടിക്കൽ പ്രോബ്ലം, ഒരു വേർഡ് പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള വേർഡ് പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പഠിക്കുന്ന കാര്യത്തിൻ്റെ ഒരു ഡയറക്റ്റ് അപ്ലിക്കേഷനാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുമ്പോൾ യൂസ്ഫുള്ളായിരിക്കും. ഓക്കെ, അല്ലാതെ ജസ്റ്റ് മെട്രിക്സുകൾ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചു അങ്ങനെ പഠിക്കുന്നതിനേക്കാളും ബെറ്റർ ഇതെന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്, നമുക്ക് ഇതുകൊണ്ട് പ്രാക്ടിക്കലി എന്ത് യൂസാണുള്ളത് എന്നറിയണത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അതറിയാൻ വേണ്ടി അത്തരത്തിലുള്ളൊരു പ്രോബ്ലം നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഇൻ എ ലെജിസ്ലേറ്റീവ് അസംബ്ലി എലക്ഷൻ എ പൊളിറ്റിക്കൽ ഗ്രൂപ്പ് ഹയേർഡ് എ പബ്ലിക് റിലേഷൻസ് ഫേം ടു പ്രൊമോട്ട് കാൻഡിഡേറ്റ്സ് ഇൻ 3 ways. അതായത് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി എലക്ഷനിൽ ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പ് അവരുടെ കാൻഡിഡേറ്റിനെ 3 തരത്തിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് 3 തരത്തിൽ ഐഡിയകൾ കണ്ടുപിടിച്ചേക്കാണ്. ഒന്ന്, ടെലഫോണുകൾ വഴി ആൾക്കാരെ ബന്ധപ്പെട്ട് സംസാരിച്ച് അങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ കൊണ്ടുവന്നു. അതുപോലെ ഹൗസ് കോൾസ്, പിന്നെ ലെറ്ററുകൾ വഴി ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലുള്ള വഴികൾ അവർ കണ്ടുപിടിച്ചു. അപ്പോൾ അതിലെ കോസ്റ്റ് പെർ കോണ്ടാക്റ്റ് ഓരോന്നിനുമുള്ള, ഇപ്പോൾ ഒരു വ്യക്തിയെ നമുക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ടുള്ള എമൗണ്ട്, അതിന് പൈസയിലായിട്ട് നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സിൽ തന്നേക്കും. അതായത് ടെലഫോൺ ഒരാളെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് 40 പൈസ, അതുപോലെ ഹൗസ് കോളിൽ ഒരാളെ കോണ്ടാക്റ്റ് ചെയ്യാൻ 100 പൈസ, ലെറ്റർ വഴിയാണെങ്കിൽ 50 പൈസ. അപ്പോൾ ഇങ്ങനെയാണ് ഇവർ കണ്ടുപിടിച്ച 3 ടെക്നിക്കുകൾ: ടെലഫോൺ, അതുപോലെ ഹൗസ് കോൾ, അതുപോലെ ലെറ്ററിൻ്റെ പൈസ, അതായത് അതിന് ചിലവാകുന്ന പൈസ. ഇനി ദ നമ്പർ ഓഫ് കോണ്ടാക്ട്സ് ഓഫ് ഈച്ച് ടൈപ്പ് മെയ്ഡ് ഇൻ 2 cities എക്സ് ആൻഡ് വൈ ഈസ് ഗിവൺ ബൈ. 2 cities ഉണ്ട്, എക്സ് വൈ എന്ന് പറയുന്ന 2 സിറ്റി. അതിൽ എക്സ് എന്ന് പറയുന്ന സിറ്റിയിൽ നമ്മൾ ടെലഫോൺ, ഞാനിപ്പോൾ ടി എന്ന് എളുപ്പത്തിൽ എഴുതണു, ടെലഫോൺ വഴി 1000 പേരെ കോണ്ടാക്ട് ചെയ്തു ഇത്ര. അതുപോലെ ഹൗസ് കോൾസ് വഴി 500 പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ലെറ്റേഴ്സ് വഴി 5000 പേരുമായിട്ട്. അതുപോലെ വൈ എന്ന് പറയുന്ന സിറ്റിയിൽ ടെലഫോൺസ് വഴി 3000 പേര്, ടെലഫോൺ കോൾ വഴി 3000 പേര്, ഹൗസ് കോളുകൾ വഴി 1000, അതുപോലെ ലെറ്റേഴ്സ് വഴി 10000. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു എണ്ണം വന്നേക്കുന്നത്. അപ്പോൾ ഓരോന്നിനും ചിലവായ പൈസ എന്ന് പറയുന്ന മെട്രിക്സ് ആയിട്ട് തന്നിരിക്കുന്നു. ഇതുപോലെ ഇതിൽ ഓരോ സാധനത്തിൽ കൂടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആളുകളുടെ എണ്ണം നമുക്ക് ബി എന്ന് പറയുന്ന മെട്രിക്സ് ആയിട്ട് തന്നിരിക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: അങ്ങനെയാണെങ്കിൽ എക്സ് വൈ എന്ന് പറയുന്ന 2 സിറ്റികളിൽ ഇവർക്ക് ടോട്ടൽ എത്ര രൂപ ചിലവായിട്ടുണ്ടാവും? അപ്പോൾ ആൾക്കാരുടെ എണ്ണം നമുക്ക് ബി എന്ന് പറയുന്ന മെട്രിക്സിൽ തന്നേക്കണം, ഓരോന്നിനും വരുന്ന ചിലവ് എ എന്ന് പറയുന്ന മെട്രിക്സ് ആയിട്ട് തന്നേക്കണം. നമുക്ക് കണ്ടെത്തേണ്ടത് എക്സ് എന്ന് പറയുന്ന സിറ്റിയിൽ ആകെ എത്ര രൂപ ചിലവായി, വൈ എന്ന് പറയുന്ന സിറ്റിയിൽ ആകെ എത്ര രൂപ ചിലവായി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള എളുപ്പവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബി എന്ന് പറയുന്ന മെട്രിക്സിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബിയിലെ ആ എണ്ണം തന്നിരിക്കുന്നു, എയിൽ അതിൻ്റെ ഓരോന്നിൻ്റെയും ചിലവ് തന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ടുള്ള നമ്മുടെ എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കാനായിട്ട് ബി ഇൻറ്റു എ ചെയ്താൽ മതി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സിൽ ഓരോന്നിൻ്റെയും ചിലവ് തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്ന മെട്രിക്സിൽ ഓരോന്നിൻ്റെയും എണ്ണം, എത്ര പേര് ഇത്തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടോട്ടലായിട്ടുള്ള എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ എത്ര രൂപ ചിലവാക്കി എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ എണ്ണത്തിനെ ഓരോന്നിൻ്റെയും പൈസ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയോ. അപ്പോൾ ഇവിടെ ഈ ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ ഒന്ന് നോക്കുക. ഇതിൻ്റെ ഓർഡർ ഇവിടെ 2 റോയും 3 കോളോ ആണ്. സോ ഇറ്റ്സ് എ 2/3 മെട്രിക്സ്. ഇതുപോലെ ഇതാണെങ്കിൽ ഒരു 3/1 മെട്രിക്സ് ആണ്. നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി ഇൻറ്റു എ എന്നേ ചെയ്യാൻ പറ്റുള്ളൂ. ബി ഇൻറ്റു എ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബിയുടെ മെട്രിക്സിൻ്റെ ഓർഡർ 2/3 ആണ്, എയുടെ ഓർഡർ 3/1 ആണ്. അപ്പോൾ ഇവിടുത്തെ ബിയുടെ കോളത്തിൻ്റെ എണ്ണവും എയിലെ റോയുടെ എണ്ണവും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ആവുകയുള്ളൂ. നമുക്ക് ഇവിടുത്തെ ടോട്ടലായിട്ടുള്ള ചിലവ് കാണാനായിട്ട് ബിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ ബി എഴുതി. 1000, 1000, 500, 5000, 3000, 1000, 10000. അങ്ങനെ നമ്മൾ ആകെ ബന്ധപ്പെട്ട ആളുകളുടെ എണ്ണം ആദ്യം എഴുതി, ഇൻറ്റു ഓരോന്നിലേക്കും ബന്ധപ്പെടാനായിട്ട് എടുത്ത
കോസ്റ്റ്. ടെലഫോൺ ആണെങ്കിൽ 40 പൈസ, അതുപോലെ ഹൗസ് കോളിന് 100 പൈസ, അതുപോലെ ലെറ്റർ ആണെങ്കിൽ 50 പൈസ. അപ്പോൾ അത് നമ്മൾ ലിസ്റ്റ് ചെയ്തു. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. നോർമലി മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ഇവിടുത്തെ ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യുന്നു, ഇവിടുത്തെ ഫസ്റ്റ് കോളം, ഇവിടെ ആകെ ഒറ്റ കോളം ഉള്ളൂ, ഈ കോളം കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ 1000 × 40, 1000 × 40 40,000 പ്ലസ് 500 × 100. ഇപ്പോൾ ഈ സീറോസ് ഒരുപാടുള്ള സംഖ്യകൾ മൾട്ടിപ്ലൈ എളുപ്പമാണ് സത്യത്തിൽ. 5 × 1 5 ആണ്, ഇവിടെ 2 0, ഇവിടെയും 2 0. അപ്പോൾ ആകെ നമ്മൾ 4 0 അങ്ങ് ഇട്ടാൽ മതി. ഇതുപോലെ പ്ലസ് 5000 × 50, 5 × 5 25. ഇവിടെ ഇനി 3 0, ഇവിടെ ഒരു 0. അപ്പോൾ നമ്മൾ ചേർത്ത് 4 0 അങ്ങ് ഇട്ടാൽ പ്രശ്നം തീർന്നു. ഇതുപോലെ ഫസ്റ്റ് റോ കൊണ്ട് ഈ ഒരു കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്തു. അത് നമ്മൾ ഫസ്റ്റ് റോയിൽ തന്നെ എഴുതി. ഇനി വേറെ കോളമൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് റോ വെച്ചുള്ള കലാപരിപാടി കഴിഞ്ഞു. ഇനി ഇതുപോലെ സെക്കൻഡ് റോ കൊണ്ട് റിപ്പീറ്റ് ചെയ്യും. 3000 × 40. എളുപ്പവഴി ആലോചിക്കാം. 3 × 4 12 ആണ്. ഇവിടെ 3 0, അവിടെ ഒരു 0. ഇപ്പോൾ ടോട്ടൽ 4 0. പ്ലസ് 1000 × 100. 1 × 1 1 ആണ്. ഇവിടെ 3 0, അപ്പുറത്ത് 2 0. അതുപോലെ പ്ലസ് 10000 × 50. 1 × 5 5 ആണ്. ഇവിടെ ഇനി 4 0, ഇവിടെ ഒരു 0. അപ്പോൾ ഇത്രയും വരെ നമ്മൾ ഡീൽ ചെയ്തു. B × A വരെ എത്തി. നമുക്കിതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഇത് 40,000, ഇവിടെ 50,000, ഇതാണെങ്കിൽ 2,50,000. അപ്പോൾ ഇത് മൂന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3,40,000 എന്നാണ് കിട്ടുക. ഇതുപോലെ ഇവിടെ ആണെങ്കിൽ ഇത് 1,20,000, ഇവിടെയാണെങ്കിൽ 1,00,000, ഇതാണെങ്കിൽ 5,00,000. അപ്പോൾ 5,00,000 1,00,000 6,00,000 ആയി. 1,20,000 കൂടി കൂട്ടുമ്പോൾ 7,20,000. ഇതാണ് നമ്മുടെ, ഇത് എക്സ് എന്ന് പറയുന്ന സിറ്റിയിൽ ചിലവായ പൈസ, ഇത് വൈ എന്ന് പറയുന്ന സിറ്റിയിൽ ചിലവായ പൈസ. അപ്പോൾ സത്യത്തിൽ ഇത്തരത്തിലൊരു എലക്ഷൻ പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി എക്സ് എന്ന് പറയുന്ന സിറ്റിയിൽ ആ പർട്ടിക്കുലർ പാർട്ടിക്ക് 3,40,000 രൂപ ചിലവായി. അതുപോലെ വൈ എന്ന് പറയുന്ന സിറ്റിയിൽ 7,20,000 രൂപയും സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അടുത്തൊരു പ്രോബ്ലം നോക്കാം. ചോദ്യം ഇതാണ്: അസ്യൂം X, Y, Z, W ആൻഡ് P ആർ മെട്രിസസ് ഓഫ് ഓർഡർ. എക്സ് എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ 2/n, Y എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ 3/k, Z-ൻ്റെ 2/p, W n/3, P എന്ന് പറയുന്നതിൻ്റെ p/k. ഇങ്ങനെ 5 മെട്രിക്സ് തന്നിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഓർഡർ നമുക്ക് തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 21ാമത്തെ ക്വസ്റ്റ്യനിലെ ആൻസർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ നമുക്ക് 21ാമത്തെ ചോദ്യം നോക്കാം. റെസ്ട്രിക്ഷൻ ഓൺ N, K ആൻഡ് P സോ ദാറ്റ് PY പ്ലസ് WY വിൽ ബി ഡിഫൈൻഡ്. ഈ PY പ്ലസ് WY എന്ന് പറയുന്ന മെട്രിക്സ് ഡിഫൈൻഡ് ആണെങ്കിൽ, ഇത് ഡിഫൈൻഡ് ആണെങ്കിൽ എന്നും കെയും പിയും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പി ആരാന്ന് നോക്കാം. പി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ പി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നേക്കണത് P/K. നമുക്ക് വേണ്ടത് വൈ. വൈ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്താണെന്ന് നോക്കാം. വൈ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ 3/K. അതുപോലെ W എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്താണെന്ന് നോക്കാം. അപ്പോൾ W എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ n/3. പിന്നെ വേണ്ടത് വൈ. വൈയുടെ ഓർഡർ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് PY പ്ലസ് WY വെൽ ഡിഫൈൻഡ് ആണെന്നാണ് പറഞ്ഞേക്കണേ. നമുക്കിതിലെ PY എന്ന് പറഞ്ഞാൽ P × Y, പിയും വൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ആവണമെങ്കിൽ അതിൻ്റെ ഓർഡറിൻ്റെ പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ഇപ്പോൾ PY ഡിഫൈൻഡ് ആണെന്ന് പറഞ്ഞാൽ P എന്ന് പറയുന്ന മെട്രിക്സും Y എന്ന് പറയുന്ന മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന അർത്ഥം. അപ്പോൾ പിയുടെ ഓർഡർ P/K, വൈയുടെ ഓർഡർ 3/K. നമ്മൾ പഠിച്ചതനുസരിച്ച് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ആവണമെങ്കിൽ
ആദ്യം എഴുതിയിരിക്കുന്ന മെട്രിക്സിൻ്റെ കോളത്തിൻ്റെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോയുടെ എണ്ണവും സെയിം ആവണം. അപ്പോൾ ഈ പി ഇൻറ്റു വൈ എന്ന് പറയുന്ന സാധനം ഡിഫൈൻഡ് ആവണമെങ്കിൽ വിച്ച് ഇംപ്ലൈസ് കെ ഈക്വൽ ടു 3. ഈ പി വൈ ഡിഫൈൻഡ് ആവണമെങ്കിൽ നിർബന്ധമായിട്ടും കെ 3 ആയേ പറ്റുള്ളൂ. ഇനി ഇതുപോലെ അടുത്തത് ഡബ്ല്യു വൈ ഡിഫൈൻഡ് ആണെന്ന് പറഞ്ഞേക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബ്ല്യു ഇൻറ്റു വൈ ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡബ്ല്യു ഇൻറ്റു വൈ. അപ്പോൾ ഡബ്ല്യു ഇൻറ്റു വൈ, ഡബ്ല്യുവിൻ്റെ ഓർഡർ n/3 ആണ്. വൈയുടെ ഓർഡർ 3/k. അതിലിപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ കോളത്തിൻ്റെ എണ്ണവും ഇവിടുത്തെ റോയുടെ എണ്ണവും 3 തന്നെയാണ്. അതിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും കിട്ടാനില്ല. അപ്പോൾ നമുക്ക് കെയുടെ വാല്യൂ 3 ആണെന്ന് കിട്ടി, അതവിടെ വെച്ചു. ഇനി നമുക്ക് അടുത്തത് ഒരു കാര്യം കൂടി നോക്കാം. അപ്പോൾ ഇവിടെ പി വൈ എന്ന് പറയുന്ന മെട്രിക്സിൽ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ആവണമെങ്കിൽ കെയും 3 സെയിം ആവണം നമുക്ക് കിട്ടി. അതുപോലെ ഈ പി വൈ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ, പി വൈ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ ഓഫ് പി വൈ ഈക്വൽ ടു പി ഇൻറ്റു കെ അല്ലെങ്കിൽ p/k. അതും നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇത്തരത്തിൽ പി ഇൻറ്റു വൈ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഡിഫൈൻഡ് ആവണമെങ്കിൽ ഈ നമ്പറും ഈ നമ്പറും സെയിം ആവണം. ഇനി അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഇവിടുത്തെ റോയുടെ എണ്ണവും ഇവിടുത്തെ കോളത്തിൻ്റെ എണ്ണവും p/k ആയിരിക്കും. അപ്പോൾ പി വൈ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ p/k. അതിൽ കെയുടെ വാല്യൂ 3 ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ ഓർഡർ p ഇൻറ്റു 3 എന്ന് പറയാം. അതായത് 3p എന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെ ഡബ്ല്യു വൈയുടെ ഓർഡർ നോക്കാം. ഡബ്ല്യു വൈ ഡിഫൈൻഡ് ആണെന്ന് ഓൾറെഡി കിട്ടി. ഇനി അങ്ങനെ ഡിഫൈൻഡ് ആവണമെങ്കിൽ ഈ 3 സെയിം ആണ്, അതുകൊണ്ട് ഡിഫൈൻഡ് ആണ്. ഇനി ഡബ്ല്യു വൈയുടെ ഓർഡർ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഓർഡർ ഓഫ് ഡബ്ല്യു വൈ, ഓർഡർ ഓഫ് ഡബ്ല്യു വൈ, ഡബ്ല്യു വൈ എന്ന് പറയുന്ന ആ പ്രൊഡക്റ്റിൻ്റെ ഓർഡർ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇതിൻ്റെ റോയുടെ എണ്ണം n, ഇവിടുത്തെ കോളത്തിൻ്റെ എണ്ണം k. അപ്പോൾ ഈ ഡബ്ല്യു വൈ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ n/k ആയിരിക്കും. n/k ആയിരിക്കും. അതായത് n/3 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. n/3 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ 3p എന്ന് എഴുതിയ സ്റ്റെപ്പ് വേണ്ട കേട്ടോ, p/3 എന്ന് വരെ മതി. ഓർഡർ അല്ലേ നമ്മൾ നോക്കണേ, p/3. ഇവിടുത്തെ ഈ മെട്രിക്സിൻ്റെ ഓർഡർ n/3. അപ്പോൾ ഇവിടുത്തെ പി വൈ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ നമ്മുടെ പി വൈയുടെ ഓർഡർ p/3, ഡബ്ല്യു വൈയുടെ ഓർഡർ n/3. പക്ഷെ നമ്മൾ പഠിച്ചതനുസരിച്ച് ഇത്തരത്തിൽ അഡീഷൻ ഡിഫൈൻഡ് ആവണമെങ്കിൽ ഈ രണ്ട് മെട്രിക്സിനും സെയിം ഓർഡർ വേണം. എന്ന് വെച്ചാൽ ഈ p/3 എന്ന് പറയുന്നതും ഈ n/3 എന്ന് പറയുന്നതും സെയിം ആവണം. ഇത് രണ്ട് എപ്പോഴാണ് സെയിം ആവുക? വിച്ച് ഇംപ്ലൈസ് ഇത് രണ്ട് സെയിം ആവണമെങ്കിൽ p ഈക്വൽ ടു n എന്ന് വേണം. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിൽ നിന്ന് ഇത്രയും കാര്യങ്ങളാണ് കിട്ടണത്. ഒന്ന് p ഈക്വൽ ടു n ആവണം, അതുപോലെ k ഈക്വൽ ടു 3 ആവണം. ഇനി നമുക്ക് നമ്മുടെ ഓപ്ഷൻസിലേക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷനിൽ പറയണത് k ഈക്വൽ ടു 3, p ഈക്വൽ ടു n. ഇത് തന്നെയാണ് നമുക്ക് ആവശ്യമുള്ള ആൻസർ. സോ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ.